ഇന്ത്യയിൽ ആപ്പിൾ ഫോൺ നിർമ്മിക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആപ്പിൾ സിഇഒ ടീം കുക്കിനെ ഇക്കാര്യം അറിയിച്ചുവെന്നും US പ്രസിഡന്റ്. ഉയർന്ന താരിഫുകൾ ഉള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് ദോഹയിൽ ട്രംപ് പറഞ്ഞു. എൻ്റെ പൊന്ന് ട്രംപെണ്ണ അങ്ങനെയൊന്നും പറയല്ലേ. നമ്മൾ വിശ്വഗുരു എന്നും പറഞ്ഞ് ലോകം മൊത്തം ചുറ്റി നടന്നിട്ട് ആപ്പിൾ കൊണ്ടുവന്നു, ടെസ്ല കൊണ്ടുവന്നു, ഇങ്ങനത്തെ വമ്പം വീമ്പുകളൊക്കെ ഇളക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ നാട്ടിലെ സകലമാന മിത്രങ്ങളുടെ ചാനലുകളും നമ്മുടെ നാട്ടിലെ സകലമാന നിഷ്പക്ഷ മിത്രങ്ങൾ ഇരുന്ന് കൊല്ലകൊമ്പന്മാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശ്വഗുരുവിൻ്റെ കുറച്ച് ചരിത്ര നേട്ടങ്ങളായിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടക്ക് ഇങ്ങനത്തെ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ്താവനകൾ എൻ്റെ പൊന്നു ട്രംപെണ്ണങ്ങൾ പറയാൻ നിൽക്കരുത്. മൊത്തത്തിൽ നമ്മുടെ വിശ്വഗുരു വെറും കുരുവായിട്ട് മാറുന്നൊരവസ്ഥയിലോട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ അക്കാര്യം മനസ്സിലാക്കണം. എന്താണെങ്കിലും ഇത് ന്യൂസിനെ പറ്റി നമുക്ക് കുറച്ച് കൂടുതൽ കേട്ടിട്ട് വരാം. വിശ്വഗുരുവിന് ആരാണ് പണി കൊടുത്തതെന്ന് അറിയണമല്ലോ. ഐഫോണുകളുടെ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ആപ്പിളിന്റെ പദ്ധതിക്ക് തിരിച്ചടിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. ആപ്പിൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ തനിക്ക് താൽപ്പര്യമില്ലെന്നാണ് ആപ്പിൾ സിഇഒയുടെ ഖത്തറിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. വെടിനിർത്തൽ സംബന്ധിച്ച അവകാശവാദങ്ങൾക്കിടെ മുകേഷ് അംബാനി ട്രംപിനെ കണ്ടതും വലിയ ചർച്ചയായി. ഇന്ത്യയിലെ ഉയർന്ന താരിഫാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രശ്നം. ഇത്ര ജനസംഖ്യയുള്ള രാജ്യമായിട്ടും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇന്ത്യയിൽ. ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിക്കോളും. താരിഫ് യുദ്ധത്തിനിടയിൽ ഉൽപാദനം ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ആപ്പിളിന്റെ നീക്കത്തിന് ലോക്കിടുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. I don't want you building in India. You can build in India if you want to take care of India, because India is one of the highest tariff nations in the world. It's very hard to sell into India. You couldn't do business in India. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ താരിഫ് ചർച്ചകളിൽ ഇതുവരെ വ്യക്തതയായിട്ടില്ല. നാമമാത്രമായതോ ഒട്ടും താരിഫില്ലാതെയോ ഉള്ള ഡീൽ ഓഫർ ചെയ്യപ്പെട്ടിരുന്നതായാണ് ട്രംപിന്റെ അവകാശവാദം. അതേസമയം ഇന്ത്യക്കും പാകിസ്ഥാനും വ്യാപാരം വാഗ്ദാനം ചെയ്താണ് വെടിനിർത്തൽ സാധ്യമാക്കിയതെന്ന വാദവും ട്രംപ് ആവർത്തിച്ചിരുന്നു. ഇതിനിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന വ്യവസായിയായ മുകേഷ് അംബാനി ഖത്തറിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടത്. ലുസൈൽ പാലസിൽ വെച്ച് അത്താഴ വിരുന്നിലായിരുന്നു കൂടിക്കാഴ്ച. ആരുടെ താല്പര്യങ്ങൾക്കൊപ്പമാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് എക്സ് പ്ലാറ്റ്ഫോമിലെ ചോദ്യങ്ങളും ചർച്ചകളും. ഇത്ര ചോദ്യങ്ങളും ചർച്ചകളൊന്നും വേണ്ട. നമ്മുടെ അംബാനിക്കുട്ടൻ അത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി അവിടെ വേറെ ചില ഡീലുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഡീൽ ഉറപ്പിച്ചതിൻ്റെ ഭാഗമായിരിക്കാം ഐഫോൺ ഇന്ത്യയിലോട്ട് വേണ്ട എന്നുള്ള മറ്റൊരു ഡീലും നമ്മുടെ ട്രംപണ്ണൻ അങ്ങോട്ട് ഉന്നയിച്ചു കൊടുത്തത്. ആ കാര്യം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സംഘികളുണ്ടല്ലോ, സംഘിമിത്രങ്ങളുടെ പാവങ്ങളാണ് സത്യം പറഞ്ഞാൽ. സംഘിമിത്രങ്ങൾക്ക് ഒരു ബോധവുമില്ല. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിൽക്കുന്ന കുറേ കഥകൾ എടുത്ത് അങ്ങോട്ട് തള്ളി വിടുക എന്നല്ലാണ്ട് രാജ്യത്ത് ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെ കാമ എന്നുള്ളൊരു അക്ഷരം പോലും ഈ പാവപ്പെട്ടവന്മാർക്ക് അറിയില്ല. അതാണ് സത്യം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്, ഒരു 4-5 മാസം മുമ്പ് നമ്മുടെ വിശ്വഗുരു പല സ്ഥലത്ത് ചുറ്റിക്കറങ്ങി വരുന്നുണ്ട്. അതോടുകൂടി ഐഫോൺ നമ്മുടെ നാട്ടിലോട്ട് പ്രൊഡക്ഷൻ തുടങ്ങുകയെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ സകലമാന സംഗീത പ്രത്യേകിച്ച് ABC മലയാളത്തിലൊക്കെ അങ്ങ് ഇരുന്നിട്ട് നമ്മുടെ സുനിലില്ല പൊട്ടനൊക്കെ വരുന്ന അങ്ങോട്ട് പ്രസംഗിക്കുകയായിരുന്നു. മറ്റേ വെറയൻ ചങ്കനൊക്കെ ഇല്ല, മറ്റേ മോഹൻദാസ് ഇല്ല, അവൻ തന്നെ അങ്ങോട്ട് പുരാണം പറഞ്ഞിട്ട് എൻ്റെ അമ്മയെ അടിക്കാനൊക്കെ തോന്നിപ്പിക്കുന്ന സമയത്ത് അങ്ങോട്ട് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ തള്ളെല്ലാം കൂടെ തിരിച്ച് കയറ്റേണ്ടി വരുമല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ വിശ്വഗുരു എന്നും പറഞ്ഞിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ നമ്മുടെ ഈ സംഗീത ചാനലുകളിലും കൊടുക്കുന്ന ഹെഡിങ് അല്ല വേണ്ടത്. വിശ്വഗുരു ആണെന്ന് ചുമ്മാ നാട് മൊത്തം കറങ്ങിയിട്ട് നമ്മളൊക്കെ കൊടുക്കുന്ന ടാക്സിൻ്റെ പൈസ വെച്ചിട്ട് ഈ ലോകം മൊത്തം കറങ്ങി വന്നിട്ട് അവരെ കൂടെ പോയി ഷെയ്ക്കൻ്റെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് കാര്യമില്ല. നയതന്ത്രങ്ങൾ വ്യക്തമാക്കണം. അതല്ലാണ്ട് വെറുതെ ഫോട്ടോഷൂട്ടല്ല. വിശ്വഗുരുവിനെ വിശ്വഗുരു ആക്കുന്നത് ഫോട്ടോഷൂട്ടല്ല എന്നുള്ളത് എൻ്റെ പൊന്നു സംഖ്യകളെ നിങ്ങൾ ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഒന്നും വേണ്ട, നിങ്ങളൊന്നും ചിന്തിച്ചാൽ മതി. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പം അടുത്തൊരു യുദ്ധം നടന്നില്ല. യുദ്ധം എന്ന് പറയേണ്ട, ഓക്കെ, നമ്മളെ അറ്റാക്കും കാര്യങ്ങളൊക്കെ നടന്നു. എന്നിട്ട് ഇന്ത്യ പാകിസ്ഥാനെ അടിക്കാൻ പോയ സമയത്ത് എത്ര ലോക രാജ്യങ്ങൾ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തു? പച്ചക്ക് നിങ്ങളെ നയതന്ത്ര ബന്ധങ്ങൾ വിശ്വഗുരു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര രാജ്യങ്ങൾ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തു? ഇസ്രായേൽ മാത്രം പറഞ്ഞു അവർക്ക് ആക്രമിക്കാനുള്ള അധികാരം ഇന്ത്യക്കുണ്ടെന്ന് പറഞ്ഞു. അമേരിക്ക പോലും സപ്പോർട്ട് ചെയ്തു? ഇല്ല. അമേരിക്ക പോലും പറഞ്ഞു അത് അവരവരെ കാര്യം, അവരങ്ങനെ തീർത്തോട്ടെ. എന്നിട്ടും നമ്മുടെ എന്താ പറയുക, ട്രംപണ്ണൻ കഴിഞ്ഞ 4-5 വട്ടമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വെടിനിർത്തൽ ഉണ്ടാക്കി ഞാനാണ്. എന്നിട്ട് അതിനെതിരെ കാമാന്നൊരു അക്ഷരം മിണ്ടാൻ നമ്മുടെ വിശ്വഗുരുവിന് പറ്റിയിട്ടുമില്ല. പിന്നെ എന്ത് ഗുരുവിൻ്റെ വർത്തമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കൂടെ തന്നെ IMFൻ്റെ ഫണ്ട് വരെ $10 ബില്യൺ പൈസ വരെ പാകിസ്ഥാൻ ഈ സമയത്ത് കിട്ടി. ഇന്ത്യ എന്തൊക്കെ പഠിച്ച മണി എടുത്തിട്ട് എത്ര രാജ്യം ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തു? അത് കൊടുക്കണ്ട, IMFൻ്റെ ഫണ്ട് ഇന്ത്യക്ക് കൊടുക്കണ്ട.
മോണിറ്ററി ഫണ്ട് ഇന്ത്യക്കല്ല, മോണിറ്ററി ഫണ്ട് പാകിസ്ഥാന് കൊടുക്കേണ്ട, ഇന്ത്യ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ ഒരു ഭീകരവാദത്തിന് ചിലവാക്കും, ഭീകരവാദത്തിനെ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് എത്ര രാജ്യങ്ങൾ അതിനെതിരെ വോട്ട് ചെയ്തു? ആരെങ്കിലും ചെയ്തു? അപ്പം ഈ വിശ്വഗുരുവിൽ നടന്നാൽ പോരാ. വിശ്വഗുരുവായിട്ട് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കെട്ടിപ്പിടുത്തും ഉമ്മ കൊടുക്കലും മാത്രം കാര്യമില്ല. അതുകൊണ്ട് രാജ്യത്തിന് നയതന്ത്രപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണം വേണം. ഈ കൊണല്ലെങ്കിൽ വിശ്വഗുരു വെറും കുരു മാത്രമായിരിക്കും. അതാണ് നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പാവം സംഘിക്കുട്ടന്മാർ അറിയേണ്ട ഒരു കാര്യം. എന്താണെങ്കിലും ആപ്പിൾ ഇങ്ങോട്ട് വരുന്നത് മിക്കവാറും അവർ തീരുമാനിക്കും. അതോടുകൂടി വിശ്വഗുരുവിൻ്റെ തലയിൽ ഒരു പുൻതൂവലും കൂടെ, അതായത് സംഘി പട്ടം അല്ലെങ്കിൽ സംഘികൾ വാട്സപ്പ് യൂണിവേഴ്സിൽ വെച്ച് കൊടുത്തുള്ള ഒരു പൊൻതൂവൽ കൂടെ നമ്മൾ പറിച്ചെറിയേണ്ടി വരുന്ന അവസ്ഥയിലോട്ടാണ് ഇക്കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ട്രൈ ചെയ്യും പ്ലീസ്. സംഘികളെ നിങ്ങളെ കൊണ്ടുള്ള സഹതാപം കൊണ്ട് പറയാം പ്ലീസ്. ഇപ്പോഴെങ്കിലും നാട്ടിൽ ലോകത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇച്ചിരി ആക്കം നിങ്ങളൊന്ന് കയ്യിൽ നിന്ന് എടുക്കുക പ്ലീസ്.